ഇന്നത്തെ ക്ലാസ് ഇഗ്നോ BA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സെലക്ഷൻസ് ഫ്രം ഇന്ത്യൻ റൈറ്റിംഗ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി BEGC 132 ബ്ലോക്ക് 4 യൂണിറ്റ് 2 ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിരാ സന്ത്. രണ്ട് കവിതകളാണ് ഈ ഭാഗത്ത് ഈ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത്. ഒന്ന് ലക്ഷ്മി കണ്ണൻ എഴുതിയ ഡോണ്ട് വാഷ് എന്ന പോയം, അതുപോലെ ഇന്ദിരാ സന്ത് എഴുതിയ മറ്റൊരു പോയം. ലക്ഷ്മി കണ്ണൻ is an Indian poet, novelist and short story writer. She was a Bengali writer. She writes on women issues. Rasha Sundari Devi was a Bengali writer. She was born in 1810 in a remote village of West Bengal. റാഷ സുന്ദരി ദേവി വെസ്റ്റ് ബംഗാളിൽ 1810 ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. ഹർ ഫാദർ ഡൈഡ് വെൻ ഷി വാസ് എ സ്മോൾ ചൈൽഡ്. അവളുടെ കുട്ടിക്കാലത്ത് തന്നെ അവളുടെ അച്ഛൻ മരിച്ചുപോയി. There was a school in her father's house which was managed by missionary sisters. Only boys were allowed to study here. ഇവളുടെ കുട്ടിക്കാലത്ത് ചില കഥകളാണ്, സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അവളുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ, അവളുടെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയി. അവളുടെ വീട്ടിൽ, അച്ഛൻ്റെ വീട്ടിൽ ഒരു സിസ്റ്റർ നടത്തിയിരുന്ന ഒരു മിഷണറി സിസ്റ്റർ നടത്തിയിരുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. എന്നാൽ ആ സ്കൂളിൽ ആൺകുട്ടികൾക്ക് മാത്രമാണ് പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നത്. ഇവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇവൾക്ക് അവിടെ പഠിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. Though she was not allowed to attend the school, Rasha Sundari somehow learned some Bangla and Persian by being around in the school vicinity and overhearing what was being taught. ആ കൊച്ചുകുട്ടിക്ക്, ആ പെൺകുട്ടിക്ക് സ്കൂളിൽ ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അക്ഷരാഭ്യാസം നേടണമെന്നത്. അവൾ അതുകൊണ്ട് ആ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ പോയി അവരെ മറ്റു ആൺകുട്ടികളെ പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ചു. പേർഷ്യനും ബംഗ്ലാ ഭാഷകളിലെ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ പഠിച്ചു. Her childhood came to an abrupt end when she was married off at a tender age of 12 to a wealthy landlord Neilmani Roy. അവളുടെ കുട്ടിക്കാലത്ത് തന്നെ അവളുടെ വിവാഹം നടന്നു. ഒരു ധനാഢ്യനായ ഒരു നെയിൽമണി റോയ് എന്ന വ്യക്തിയാണ് അവളെ വിവാഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ അവളുടെ കുട്ടിക്കാലം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. Her family after marriage was not ready to accept her aspiration to education. വിദ്യാഭ്യാസം നേടണം, പഠിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹത്തെ അവൾ വിവാഹം ചെയ്ത് ചെന്ന ആ കുടുംബം ഒരിക്കലും അംഗീകരിച്ചില്ല. She had hardly any leisure time, but she managed to practice reading and writing even while working in the kitchen. അടുക്കളയിൽ ജോലി എടുക്കുമ്പോൾ പോലും, അടുക്കള പണികൾ ചെയ്യുന്നതിനിടയിൽ പോലും അവൾക്ക് സമയം, സ്പെയർ ടൈം, ഫ്രീ ടൈം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അതിനിടയിൽ അവൾ അക്ഷരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അവൾ ശ്രമിച്ചു. It was by accident that her husband left a copy of the Chaitanya Bhagavata in the kitchen. അപ്പോൾ ആകസ്മികമായിട്ടാണ് അവളുടെ ഭർത്താവ് ഒരിക്കൽ അടുക്കളയിൽ വെച്ച് ചൈതന്യ ഭാഗവത എന്ന ഒരു പുരാണ ഗ്രന്ഥം അവിടെ വെച്ച് മറന്നുപോയി. She quickly tore a page out of this book and she practiced writing and taught herself the Bengali script. അവൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഒരു പേജ് കീറിയെടുത്തു. അവളത് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. അതിൽ ബംഗാളി സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ബംഗാളി അക്ഷരങ്ങൾ. അവളത് നോക്കി അതിൻ്റെ സ്ക്രിപ്റ്റ് അവൾ എഴുതി പഠിച്ചു. She also scribbled on kitchen walls with charcoal stubs used for lighting the fire to improve her writing skills. അവളുടെ ആ എഴുത്ത് അല്ലെങ്കിൽ ആ റൈറ്റിംഗ് സ്കിൽ അത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അക്ഷരങ്ങൾ അടുക്കളയുടെ ചുവരിൽ കരിക്കട്ടകൾ കൊണ്ട് എഴുതി പഠിച്ചു. അങ്ങനെയാണ് അക്ഷരങ്ങൾ ശരിക്കും എഴുതാൻ പഠിക്കുന്നത്. She became a widow at the age of 59
അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 59 വയസ്സ് ആയപ്പോഴത്തേക്കും അവളുടെ ഭർത്താവ് മരിച്ചു. അവൾ ഒരു വിധവയായി തീർന്നു. And subsequently started working on her autobiography, Amar Jiban, which was being praised for its simple and clear prose. തുടർന്ന് അവളുടെ ആത്മകഥ എഴുതാൻ, അവളുടെ എഴുത്തും വായനയുമൊക്കെ അങ്ങനെ പഠിച്ചു. അതിനുശേഷം അവളുടെ ആത്മകഥ എഴുതാൻ തുടങ്ങി. അമർ ജിബാൻ അവൾ എഴുതിയ ആത്മകഥയാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ആദ്യമായിട്ടൊരു സ്ത്രീ എഴുതുന്ന, ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീ എഴുതുന്ന ഓട്ടോബയോഗ്രഫിയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ എ വുമൺ. രാഷ സുന്ദരി ദേവി ഡൈഡ് വെൻ ഷി വാസ് അറൌണ്ട് 80 years old. ഏതാണ്ട് 88 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ രാഷ സുന്ദരി ദേവി മരിച്ചു. ആ സ്ത്രീയെ പറ്റി എഴുത്തുകാരിയായി തീർന്ന, അക്ഷരാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ട് അടുക്കള ചുവരുകളില് കരിക്കട്ടകൾ കൊണ്ട് അക്ഷരം എഴുതി പഠിച്ച് വിദ്യാഭ്യാസം നേടിയ, സ്വയം പരിശ്രമത്തിലൂടെ വിദ്യാഭ്യാസം നേടിയ രാഷ സുന്ദരി ദേവിക്ക് ഒരു ട്രൈബ്യൂട്ട്, ഒരു ആദരവ് സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മി കണ്ണൻ ഡോണ്ട് വാഷ് എന്ന കവിത എഴുതിയിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഡോണ്ട് വാഷ്, ആ കവിതയെക്കുറിച്ച്. The poem Don't Wash is written by Lakshmi Kannan to honor and pay tribute to Rasha Sundari Devi. Rasha Sundari lived in a society where educated women were considered a bad women. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, രാഷ സുന്ദരിക്ക് വിദ്യാഭ്യാസമൊന്നും അങ്ങനെ ആദ്യം നേടുവാൻ കഴിഞ്ഞിരുന്നില്ല. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ, വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ ഒരു ദുശകരമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു രാഷ സുന്ദരി അന്ന് ജീവിച്ചിരുന്നത്. ലക്ഷ്മി കണ്ണൻ uses the image of wash as the poem's central metaphor. ഈ കവിതയുടെ സെൻട്രൽ മെറ്റഫോർ, ഒരു ഉപമ എന്ന് പറയുന്നത് വാഷ് എന്ന വേർഡാണ്. ഇമേജ് ഓഫ് വാഷ്, കഴുകുക എന്ന അർത്ഥം. Wash symbolizes customs which are considered sacred and are not to be questioned. അപ്പോൾ വാഷ് എന്നത്, അല്ലെങ്കിൽ കഴുകുക എന്നുള്ളത് ആചാരം, മത ആചാര പ്രകാരം വളരെ പരിശുദ്ധമായ ഒരു കാര്യമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. Water has an important significance in Hinduism, where washing the place of worship, altar and statues of gods and goddesses is an integral part of religious ceremonies. അപ്പോൾ പ്രത്യേകിച്ചും ഹിന്ദു മതവിശ്വാസ പ്രകാരം കഴുകൽ എന്നതിന്, വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക, ശുചിയാക്കുക, അതിന് വളരെ പ്രാധാന്യമുണ്ട്. വാഷിംഗ് ദ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധിക്കുന്ന സ്ഥലങ്ങൾ കഴുകുക, അൾത്താറുകൾ കഴുകുക, അതുപോലെ തന്നെ ദേവീദേവന്മാരുടെ സ്റ്റാച്യൂസ് കഴുകുക, ഇതെല്ലാം വളരെ വിശുദ്ധമായി കണക്കാക്കിയിരുന്നവരുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വാട്ടർ ക്ലീൻസ് ഫിൽത്ത്, വെള്ളം അഴുക്കിനെ കഴുകിക്കളയുന്നു. However, in the poem, the poet persuades Rasha Sundari Devi to leave the walls of her kitchen unwashed, so that whatever she may have scribbled on the wall remains intact and unerased. അപ്പോൾ ഈ കവിതയിൽ ലക്ഷ്മി കണ്ണൻ പോയറ്റ് രാഷ സുന്ദരിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: ഡോണ്ട് വാഷ്. That means leave the walls of her kitchen unwashed. അവളുടെ അടുക്കള ചുവരുകൾ ഒരിക്കലും കഴുകി അത് വൃത്തിയാക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ അവൾ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ മാഞ്ഞു പോകും. അങ്ങനെ അക്ഷരങ്ങൾ മായ്ച്ചു കളയരുത് എന്ന് പറയുകയാണ്. The sooty writing on the walls underlines Rasha Sundari's hopes and becomes a marker of her identity. Sooty writing, sooty എന്ന് പറഞ്ഞാൽ ഗ്രേയിഷ് ബ്ലാക്ക് കളർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കറുത്ത നിറത്തില് കരിക്കട്ട കൊണ്ട് ആ അടുക്കള ചുവരുകളിൽ എഴുതി വെച്ചിരിക്കുന്ന, കുത്തിക്കുറിച്ചിരിക്കുന്ന അക്ഷരങ്ങള്, വാക്കുകള്, അത് അവളുടെ വ്യക്തിത്വത്തിന്റെ ഒരു അടയാളമാണ്, അവളുടെ നേട്ടത്തിന്റെ ഒരു അടയാളമാണത് എന്ന് ഇവിടെ പറയുകയാണ്. രാഷ സുന്ദരിയുടെ പ്രതീക്ഷയുടെ, അവളുടെ ധൈര്യത്തിന്റെ, അവളുടെ ആ പ്രയത്നത്തിൻ്റെയൊക്കെ
ഒരു അടയാളം കൂടിയാണത്. The kitchen walls in Rasha Sundari's house, blackened with the charcoal soot, look dirty. The kitchen appears messy. രാഷാ സുന്ദരിയുടെ അടുക്കള ചുവരുകളെല്ലാം കരിക്കട്ടകൾ കൊണ്ട് എഴുതിയാകെ വൃത്തിഹീനമായിരുന്നു, കാണാനൊരു ഭംഗിയുണ്ടായിരുന്നില്ല, ആകെ അലങ്കോലപ്പെട്ട് ആയിരുന്നു. But the poet insists that the walls are not to be washed as the Akshara is written on them. ആ ചുവരുകൾ ഒരിക്കലും കഴുകിക്കളയാനുള്ളതല്ല, കാരണം അതിൽ അക്ഷരങ്ങള്, ലെറ്റേഴ്സ്, അക്ഷരങ്ങള് എഴുതി വെച്ചിരിക്കുന്നു. ആ അക്ഷരങ്ങള് ദിവ്യമാണ്, അത് കഴുകിക്കളയാനുള്ളതല്ല എന്ന് ഇവിടെ ലക്ഷ്മി കണ്ണൻ പോയറ്റ് ഓർമ്മിപ്പിക്കുകയാണ്. There was a superstition that the written word Akshara would lose its sacredness and power if a woman wrote it. ഒരു സ്ത്രീ ആണ് അക്ഷരങ്ങൾ എഴുതുന്നതെങ്കിൽ അത് അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു, അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അന്ധവിശ്വാസം അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. We are told that this writing on the wall has been done furtively, secretly. It is an act of secrecy. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ അക്ഷരങ്ങളെ കുത്തിക്കുറിച്ചതൊക്കെ വളരെ രഹസ്യമായിട്ട്, സീക്രട്ടായിട്ട് ചെയ്ത കാര്യമാണ്. ആരെങ്കിലും അറിഞ്ഞാൽ അത് ശിക്ഷാർഹം തന്നെയാണ്. ഒരു സ്ത്രീ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കുറ്റകരം തന്നെയായിരുന്നു സമൂഹത്തിന് മുമ്പിൽ. This secret and furtive act is not an act of cowardice, but an effort which required a commitment, guts and planning. എന്നാൽ ഇങ്ങനെ ആരും അറിയാതെ അടുക്കള ചുവരിൽ അക്ഷരങ്ങള് കുത്തിക്കുറിച്ച് വെച്ചത്, എഴുതി പഠിച്ചത്, അത് ഭീരുത്വം കൊണ്ട് ചെയ്തതല്ല, പിന്നെയോ അതൊരു പ്രതിബദ്ധത, ഗട്ട്സ്, പ്ലാനിങ്, ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമായിരുന്നു. ഇതാണ് കാണിക്കുന്നത്. To wash off the traces of this action would have smothered Rasha Sundari's inner self, as it was his writing which had brought meaning to her mundane and routine life. ഈ അക്ഷരങ്ങൾ അടുക്കള ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്ന, കുത്തിക്കുറിച്ചിരിക്കുന്ന അക്ഷരങ്ങള്, കരിക്കടകൾ കൊണ്ട് എഴുതിയ അക്ഷരങ്ങള് മായ്ച്ചു കളഞ്ഞാൽ, അത് കഴുകി കളഞ്ഞാൽ അത് അവളുടെ ആത്മാവിനെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അവളുടെ ജീവിതത്തിന് അർത്ഥം നൽകിയത് ഈ പ്രവൃത്തിയാണ്. Rasha Sundari completed all her household chores: wash, rice, fish, vegetables, peel, cut, bake, stir and cook. And alongside worked doubly hard to memorize letters she regularly scribbled on the walls. രാഷാ സുന്ദരിക്ക് ഒരുപാട് അടുക്കള ജോലികൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവൾ അരി കഴുകി, അതുപോലെ തന്നെ മീൻ കഴുകി വൃത്തിയാക്കി, പച്ചക്കറി അരിഞ്ഞു, അതുപോലെ തന്നെ കുക്ക് ചെയ്തു, ആഹാര സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തു, വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു, കുക്ക് ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടുക്കളയിൽ തന്നെ ചെയ്യാനുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഇവൾ എന്ത് ചെയ്തു? അക്ഷരങ്ങൾ എഴുതി പഠിച്ചു. ചുവരുകളിൽ മറന്നു പോകാതിരിക്കാൻ അവൾ പഠിച്ച, മനസ്സിലാക്കിയ അക്ഷരങ്ങൾ ചുവരുകളിൽ എഴുതി വെച്ചു, പ്രാക്ടീസ് ചെയ്തു. Despite her tough schedule, she persisted in her efforts which helped her imagination intellect to expand. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായുള്ള ഉത്സാഹത്തോടെയുള്ള അവളുടെ ഈ പ്രയത്നം ഫലം കണ്ടു. അവളുടെ ഭാവനാപരമായ കഴിവ് വികസിച്ചു, ചിറകു വിരിച്ചു പറന്നു. Take wings. With education, she could understand the complex world and express herself in different ways. She was like a bird with strong wings, with which it could fly fearlessly. ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷിയുടെ ശക്തമായ ചിറകുകളുള്ള ഒരു പക്ഷിയുടെ അവസ്ഥയായിരുന്നു അവൾക്ക്. ആ പക്ഷിയെ പോലെയായിരുന്നു അവൾ. A combination of intelligence and determination helped Rasha Sundari's fight against impossible odds. ബുദ്ധിപൂർവമായ അവളുടെ തീരുമാനം അസാധ്യമായവയ്ക്കെതിരെ പൊരുതാൻ രാഷാ സുന്ദരിയെ സഹായിച്ചു. She had been able to tear merely a page from her husband's book, Chaitanya Bhagavat, and secretly keep with her only one of her son's palm leaves
on which he practiced writing. തൻ്റെ മകൻ എഴുതി പരിശീലിച്ച എഴുത്തോല, ആ എഴുത്തോലയും അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവൾ തൻ്റെ ഭർത്താവ് അറിയാതെ അദ്ദേഹത്തിൻ്റെ ചൈതന്യ ഭഗവത എന്ന ബുക്കിൽ, ആ പുരാണ ഗ്രന്ഥത്തിൽ നിന്നും ഒരു പേജ് കീറിയെടുത്ത് അതിലെ അക്ഷരങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. അത് എഴുതി പഠിക്കാൻ വേണ്ടി തൻ്റെ മകൻ പഠിച്ചിരുന്ന അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്തോല രഹസ്യമായി അവൾ എടുത്തു വെച്ചു. അതോടൊപ്പമാണ് സൂക്ഷിച്ചത്. അതിൽ എഴുതി പഠിച്ചു. She constantly imagined and reimagined words to recreate them. വാക്കുകള്, അക്ഷരങ്ങളെ കൊണ്ട് വാക്കുകള് വീണ്ടും വീണ്ടും എഴുതി അവൾ ഭാവനയിൽ ഓരോ കാര്യങ്ങൾ, ഓരോ വാക്കുകൾ ഉണ്ടാക്കിയെടുത്തു. Even though she had a bare minimum, she taught herself to read and write, to eventually become an acclaimed writer whose life inspired many women to rise against social injustice. ഒരു അത്യാവശ്യം എഴുതാനും വായിക്കാനും അക്ഷരങ്ങൾ സ്വന്തം പഠിച്ചു. അങ്ങനെ അവൾ എന്തായി? പിന്നീട് അവൾ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറി. മറ്റു സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയ, സാമൂഹ്യ അനീതിക്കെതിരെ പൊരുതാൻ, അതിനെതിരെ പടനയിക്കാൻ സ്ത്രീകൾക്ക് എല്ലാവർക്കും പ്രചോദനമായ ഒരു എഴുത്തുകാരിയായി തീർന്നു അവൾ. We admire her daring to remain unwashed and unclean, blackened by the unholy deed of learning to read and write. എഴുതാനും വായിക്കാനും വേണ്ടി ചുവരുകൾ വൃത്തിഹീനമാക്കിയ അവളുടെ ആ ഒരു ധൈര്യത്തെ, ചുവരുകൾ എഴുതി പഠിച്ച അവളുടെ ആ ഒരു ഉദ്യമത്തെ, ആ ഒരു ധൈര്യത്തെ നമ്മൾ ആരാധിച്ചു പോകുന്നു. Don't Wash is a powerful poem which asks women to say no to social customs that expect women to wash themselves of their dreams and their individual identities. സ്ത്രീകളുടെ വ്യക്തിത്വം, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങളെ കഴുകിക്കളയുവാൻ പറയുന്ന സാമൂഹിക ആചാരങ്ങൾക്കെതിരെയുള്ള അതിനെതിരെ നോ എന്ന് അതിന് പറയാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ പോയമാണ് Don't Wash. The poem pays tribute to Rasha Sundari Devi's extraordinary courage to listen to her heart and educate herself. അവൾ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് സ്വയം വിദ്യാഭ്യാസം നേടുവാൻ, എഴുത്തും വായനയും പഠിക്കുവാൻ, ചുവരിൽ എഴുതി പഠിക്കുവാൻ ധൈര്യം നൽകിയ, അസാധാരണമായി ധൈര്യം കാണിച്ച റാഷാ സുന്ദരി ദേവിക്കുള്ള ഒരു ട്രൈബ്യൂട്ട്, ഒരു ആദരവാണ് ഈ പോയം. When she practiced writing on walls, she took a huge risk because she could have been caught studying and punished severely for it. അവൾ ചുവരിൽ എഴുതി, അക്ഷരങ്ങൾ എഴുതി, കരിക്കട്ട കൊണ്ട് എഴുതി പഠിക്കുമ്പോൾ അവൾ ഒരു സാഹസം തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവൾ അതിനിടയിൽ പിടിക്കപ്പെടാമായിരുന്നു, സമൂഹത്തിൽ അവൾ കുറ്റപ്പെടുത്താമായിരുന്നു, അവൾ ശിക്ഷിക്കപ്പെടാമായിരുന്നു. എന്നിട്ട് പോലും അവൾ പഠിക്കുവാൻ വേണ്ടി അതൊന്നും വകവയ്ക്കാതെ എഴുതി പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. Lakshmi Kannan finds it very disturbing that society takes whatever it finds serviceable from the woman. സമൂഹം സ്ത്രീകളിൽ നിന്നും ഒരുപാട് സേവനമായിട്ട് അവർക്ക് ലഭിക്കുന്നു, സമൂഹത്തിന് ലഭിക്കുന്നു. Their ability to do hard work, കഠിനമായി അധ്വാനിക്കുന്നു. Their utility as home makers and bread winners, വീട്ടിലെ ജോലികൾ എല്ലാം അത്യാവശ്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. But do not acknowledge or encourage their individuality and dreams. എന്നാൽ സ്ത്രീകളുടെ സ്വപ്നങ്ങളെയോ അവരുടെ ആ ഒരു വ്യക്തിത്വത്തെയോ മാനിക്കുവാൻ, അംഗീകരിക്കുവാൻ സമൂഹം തയ്യാറല്ല. A woman's personal traits, talent, inclination or acquisition is considered useless unless it provides material comfort to the family members. ഒരു സ്ത്രീ എത്രമാത്രം കഴിവുള്ളവളാണെങ്കിലും, വ്യക്തിപരമായ സവിശേഷത ധാരാളം ഉണ്ടെങ്കിലും, കഴിവുകളുണ്ടെങ്കിലും അതെല്ലാം യൂസ്ലെസ് ആയി കണക്കാക്കപ്പെടുന്നു, അതെല്ലാം നിഷ്ഫലമായി കണക്കാക്കപ്പെടുന്നു. അല്ലെങ്കിൽ അവൾ മറ്റുള്ളവർക്ക്, ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായ രീതിയിൽ എന്തെങ്കിലും ധനം സമ്പാദിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ഒരു രീതിയാണ് നിലനിൽക്കുന്നത്. She believes that it is important for women to get a chance at social participation and decision making.
സമൂഹത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന്, അതുപോലെ തന്നെ സാമൂഹ്യ പങ്കാളിത്തത്തിന് സ്ത്രീകൾക്ക് ചാൻസ് നൽകുക എന്നുള്ളത്, അവർക്കൊരു അവസരം കിട്ടുക എന്നുള്ളത്, അവസരം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ലക്ഷ്മി കണ്ണൻ ഓർമ്മപ്പെടുത്തുന്നു. To help women rise, you have to challenge patriarchy and draw attention to injustice against women. പുരുഷ മേധാവിത്വത്തെ വെല്ലുവിളിക്കണം. സ്ത്രീകള് എഴുന്നേൽക്കുവാൻ, സമൂഹത്തിൽ സ്ത്രീകളെ ഉണർന്നെഴുന്നേൽക്കണം. അവരെ സഹായിക്കണമെങ്കിൽ പുരുഷ മേധാവിത്വത്തെ വെല്ലുവിളിക്കണം. സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതിക്കെതിരെ ശ്രദ്ധ കൊണ്ടുവരണം എന്നിങ്ങനെയാണ് അവൾ പറയുന്നത്. People have to understand that women should have equal rights and privileges as men. പുരുഷന്മാർക്കുള്ള അവകാശങ്ങളെല്ലാം സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണമെന്ന് ആളുകൾ മനസ്സിലാക്കണം. In her works, Lakshmi Kannan insists that in India, women and Dalits have been bracketed together and denied basic rights like the right to recite the Gayatri Mantra. സ്ത്രീകൾക്കും ദളിതർക്കുമെല്ലാം അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇന്ത്യയിൽ. ഗായത്രി മന്ത്രം ജപിക്കാനുള്ള അവകാശം പോലും അവർക്കില്ല. To live their lives to the fullest, women have to rebel and create their space where they can achieve their full potential. പൂർണ്ണമായൊരു ജീവിതം അവർക്ക് വേണമെങ്കിൽ അവർ എതിർക്കുകയും അവരുടെ കഴിവുകൾ നേടിയെടുക്കുകയും വേണം എന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതാണ് ഈ കവിതയുടെ പ്രസക്തമായ കാര്യങ്ങൾ. In the same unit, you have to study another poem, Her Dreams by Indira Sant. Indira Sant, who was born in 1914 and died in 2000. 1914 ജനിച്ച് 2000 ആണ്ടിൽ മരിച്ചുപോയ ഒരു പ്രശസ്തയായ പോയറ്റാണ് ഇന്ദിര സന്ത്. Indira Sant is an acclaimed Marathi poet who has written on diverse issues that concern women. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളെക്കുറിച്ചും ധാരാളമായി എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ഇന്ദിര സന്ത്. She was honored with the Sahitya Akademi Award and Maharashtra State Award, etc. The acclaimed poet Nazim Ezekiel translated her poems into English and published them. She passed away in 2000. സാഹിത്യ അക്കാദമി അവാർഡുകൾ, അതുപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് അവാർഡ് മുതലായ ഒരുപാട് അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്തനായ പോയറ്റ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റ് നസീം എസക്കിയൽ ഇവരുടെ മറാത്തയിലുള്ള കവിതകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2000 ആണ്ടിൽ ഈ പോയറ്റ് ഇന്ദിര സന്ത് മരിച്ചുപോയി. അവളുടെ പോയം ഹെർ ഡ്രീംസ്, അതിനെക്കുറിച്ച്. The poet Indira Sant gives us a realistic picture of an Indian widow in the poem Her Dreams. Her Dreams, അവളുടെ സ്വപ്നം എന്ന കവിതയിൽ ഒരു സാധാരണ ഇന്ത്യൻ വിധവയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ കവിതയിൽ ഇവർ നമുക്ക് നൽകുന്നത്. Widows are often treated cruelly by society and even by other married women. വിധവകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ക്രൂരമായ പെരുമാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അവരോട് വളരെ ക്രൂരമായിട്ടാണ് സമൂഹം പെരുമാറുന്നത്. അതുപോലെ വിവാഹിതരായ മറ്റ് സ്ത്രീകളും വിധവകളെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. They are expected to wear dull colors, be humble, self-effacing, not enjoy life or eat lavish food, and have personal desires and dreams. അവർ എപ്പോഴും നിറം മങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കണം,
എപ്പോഴും വിനീതരായിരിക്കണം, സ്വയം പരിത്യാഗം ചെയ്യുന്നവരായിരിക്കണം, ജീവിതം ആസ്വദിക്കാൻ പാടില്ല, നല്ല ഭക്ഷണം അവർക്ക് പാടില്ല, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകരുത് എന്നിങ്ങനെ സമൂഹം അവരെക്കുറിച്ച് ഒരുപാട് ധരിച്ചു വച്ചിരിക്കുന്നു. Some pain is unavoidable because of the absence of a husband. ഭർത്താവ് മരിച്ചതിന്റെ വേദനകൾ അവൾക്ക് ഒഴിവാക്കാനാവില്ല. But to victimize her because she is a widow is shameful and unforgivable. എന്നാൽ വിധവയായതിന്റെ പേരിൽ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്, ബലിയാടാക്കുന്നത് അപമാനകരവും മാപ്പർഹിക്കാത്തതുമാണ്. Widows are not invited to festivals and ceremonies like in marriages. വിധവകൾ പലപ്പോഴും ആഘോഷങ്ങളിലേക്ക്, വിവാഹ ചടങ്ങുകൾ പോലുള്ള ചടങ്ങുകളിലേക്ക് അവർ ക്ഷണിക്കപ്പെടാറില്ല. പലപ്പോഴും അവർ ഒരു അപശകുനം, ദുശകുനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. Their presence is considered inauspicious. It is as if they are responsible for their husband's death. അവരുടെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദി അവരാണ് എന്നതുപോലെയാണ് പലപ്പോഴും അവരോട് പെരുമാറുന്നത്. As a result, widows become disillusioned and stop dreaming. അതിൽ ഫലമായിട്ട് വിധവകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതെ വരുന്നു. The poem Her Dreams begins on a poignant note. വളരെ വേദനാകരമായ ഒരു കുറിപ്പോടെയാണ് ഈ കവിത ആരംഭിക്കുന്നത്. It tells us that every woman has dreams. ഓരോ സ്ത്രീക്കും സ്വപ്നങ്ങളുണ്ട്. And dreaming is not limited to married women alone. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല സ്വപ്നം കാണാൻ കഴിയുന്നത് എന്ന ഒരു തത്വമാണ് ഈ കവിത പങ്കുവയ്ക്കുന്നത്. The unnamed woman in the poem represents a typical Indian widow whose identity is lost because her life and existence depends on her husband. പേര് പറയാത്ത ഒരു സ്ത്രീ, ഒരു സാധാരണ ഇന്ത്യൻ വിധവയുടെ പ്രതിനിധിയാണ്. അവളുടെ വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവളുടെ ജീവിതം, നിലനിൽപ്പുമെല്ലാം അവളുടെ ഭർത്താവിനെ മാത്രം ആശ്രയിച്ചായിരുന്നു. ഭർത്താവ് മരിച്ചതിനാൽ അവർക്ക് സമൂഹത്തിലുള്ള ആ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു. Without a husband, she loses her social status and is unable to partake of the simple joys of married life. കുടുംബജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പോലും അവൾക്ക് പങ്കാളിയാകാൻ കഴിയില്ല. According to Indira Sant, women's desire were simple. ഇന്ദിരാസന്തിന്റെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ വളരെ ലളിതമാണ്. She had always hoped for a married life where she would be on her toes. വളരെ സന്തോഷമുള്ള ഒരു കുടുംബജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു ജീവിതത്തിൽ അവർ വളരെ ജാഗ്രതയുള്ളവളായിരിക്കും. ബിസി റണ്ണിങ് എവറിഡേ എറൻഡ്സ്, ഓരോരോ ദൈനംദിന യാത്രകൾ ചെയ്ത്, അതുപോലെ ദൈനംദിന ജോലികൾ ചെയ്ത് എപ്പോഴും തിരക്കുള്ള ഒരു ജീവിതമായിരിക്കും അവരുടേത്. ആൻഡ് ഓൾസോ ബി സ്പോയിൽഡ് ബൈ ഹർ ഹസ്ബൻഡ്സ് അഫെക്ഷൻ, ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് വഷളാകുക, ഇതെല്ലാമാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം. ഇതെല്ലാമാണ് the joys that she had always looked forward to are listed in the poem. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിക്കുന്ന സന്തോഷം എന്താണ്, സ്വപ്നം എന്താണെന്ന് ഈ കവിതയിൽ പറയുകയാണ്. Her first desire had always been to have a full plate. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം എന്നത് ഒരു പ്ലേറ്റ് നിറയെ, ഫുൾ പ്ലേറ്റ്, സമൃദ്ധിയുള്ള വിഭവം കൊണ്ട് നിറയുക. ഒരു പ്ലേറ്റ് ഫുൾ, ടു ഹാവ് എ ഫുൾ പ്ലേറ്റ് എന്നാണ്. സമൃദ്ധമായ ഒരു വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്ലേറ്റ് അവളുടെ മുമ്പിൽ ആയിരിക്കുക. അത് അവളുടെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. The phrase full plate suggests not only sufficient food to eat, but also a life full of responsibilities. ഫുൾ പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൃദ്ധിയുള്ള വിഭവം,
എന്ന് മാത്രമല്ല ഉത്തരവാദിത്വം നിറഞ്ഞ ജീവിതം എന്നുകൂടിയാണ്. The woman had always looked forward to this busy married life because it would have made her immensely happy. ഈ സ്ത്രീ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഈ തിരക്കുള്ള വിവാഹ ജീവിതമാണ്, തിരക്കുള്ള കുടുംബ ജീവിതമാണ്. കാരണം അത് അവളെ വളരെ സന്തോഷവതിയാക്കും. ഒരു പ്ലേറ്റ് നിറയെ സ്വാദിഷ്ടമായ മുമ്പിൽ സ്വാദിഷ്ടമായ വായിൽ വെള്ളമൂറുന്ന ഇഷ്ടവിഭവങ്ങൾ മുമ്പിൽ കിട്ടുന്നത് പോലെ, ജസ്റ്റ് ലൈക്ക് എ പ്ലേറ്റ് ഫിൽഡ് വിത്ത് ഡെലീഷ്യസ് ആൻഡ് മൗത്ത് വാട്ടറിങ് ഡെലിക്കസീസ്. സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഒരു പാത്രം നിറയെ മുമ്പിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ആണ് അവൾക്ക് അപ്പോൾ കിട്ടുക. അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. ബട്ട് ദിസ് വുമൺ നോ ലോങ്ങർ ഫൈൻഡ്സ് ഹാപ്പിനെസ് because these responsibilities are no longer special for her after her husband's death. എന്നാൽ ഇവൾക്ക് ഇനി ഈ സന്തോഷം കിട്ടുകയില്ല. കാരണം അവളുടെ ഭർത്താവ് മരിച്ചതോടെ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം അവളുടേതല്ലാതായി. ഷീ ഫീൽസ് അൺവാണ്ടഡ്. അവൾ കുടുംബത്തിലൊരു അധികപ്പറ്റാണ് എന്ന് പോലും അവൾക്ക് തോന്നി. Her pain intensifies when she sees a dozen women around her busy with their daily errands. അവൾക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ അവരുടേതായ തിരക്കുകളിൽ ഏർപ്പെട്ട് റണ്ണിങ് അറൗണ്ട് ഹാപ്പിലി, സന്തോഷത്തോടെ ഓടി നടക്കുന്നത് കാണുമ്പോൾ, their plates deliciously full, അവരുടെ പ്ലേറ്റുകൾ സ്വാദിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. They accompany their families on various trips. അവർ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ ചെയ്യുന്നു. They have no time to spare. അവർക്ക് വെറുതെ പാഴാക്കി കളയാൻ സമയമില്ല. Mornings and evenings alike keep them engaged with an endless list of things to do. രാവിലെയും വൈകുന്നേരവും ഒരുപോലെ അവർക്ക് ചെയ്യാനുള്ള ജോലികൾ ധാരാളമായിട്ടുണ്ട്. The poet tells us that women are central to their families. സ്ത്രീകളാണ് അവരുടെ കുടുംബത്തിലെ കേന്ദ്രസ്ഥാനത്തുള്ളത് എന്ന് കവി പറയുന്നു. It is a woman who sees to it that every family member is well turned out with neatly ironed clothes. കുടുംബത്തിലെ ഓരോരുത്തരും നന്നായി അയൺ ചെയ്ത് ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് വീട്ടിലെ സ്ത്രീകളാണ്. This involvement with the family makes a woman's life meaningful. ഇത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തെ വളരെ അർത്ഥപൂർണമാക്കുന്നു. However, without a husband, a woman feels incomplete and gets no happiness in doing household chores, for she does not have a husband who will appreciate her and make her feel special. എന്നാൽ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവൾക്ക് പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല. വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അവൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല. കാരണം അവളെ അഭിനന്ദിക്കാനും ആശ്വാസം നൽകാനും അവൾക്ക് ഭർത്താവില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയിൽ ഇന്ദിരാ സന്ത് പങ്കുവയ്ക്കുന്നത്. ഹാവ് എ നൈസ് ഡേ. See you again. God bless you.